الله أكبر ما تجلت في بلادنا الأمجاد والبطولات. الله أكبر ما تلاحمت في التحديات أسرة الإمارات. الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا. وأشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمدا رسول الله صلى الله وسلم عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ولتكملوا العدة ولتكبروا الله على ما هداكم ولعلهم يشكرون. പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, നോമ്പ് പെരുന്നാളിൻ്റെ ഭക്തിയുടെ, വിശുദ്ധിയുടെ, സമാധാനത്തിൻ്റെ സന്ദേശം എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളും, രാപകലുകൾ മുഴുവൻ നമുക്ക് ആത്മാർത്ഥമായും അനുഷ്ഠിക്കാൻ, പ്രാർത്ഥിക്കാൻ ഉള്ള മഹാഭാഗ്യമുണ്ടായി. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പും നമസ്കാരവും കർമ്മങ്ങളും പ്രാർത്ഥനകളുമെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സാലിഹൽ അഅമാൽ വഅഫാ അന്നാ വഅൻകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കബീറ വസുബ്ഹാനല്ലാഹി വബുക്റതൻ വഅസീല. സഹോദരങ്ങളെ, ഇസ്ലാമിൽ ആഘോഷങ്ങളുണ്ട്. രണ്ട് ആഘോഷങ്ങൾ നമുക്കറിയാം, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. രണ്ടും അടിസ്ഥാനപരമായി വളരെ വ്യക്തമായ ഒരു ആദർശത്തിൻ്റെ, വിശുദ്ധിയുടെ സന്ദേശമാണ്. രണ്ടിലും അതിൻ്റെ പ്രഖ്യാപനങ്ങളും ആഘോഷ പ്രകടനങ്ങളും തക്ബീറുകളാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സൃഷ്ടിച്ചവനും സംരക്ഷിക്കുന്നവനും ജനിപ്പിക്കുകയും മരിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന സൃഷ്ടാവും പരിപാലകനുമായ ഏകനായ സർവശക്തനായ ഒരേ ഒരുത്തനായ നാഥനെ വാഴ്ത്തുന്ന, അവനെ അംഗീകരിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന, അവന് വഴിപ്പെടുന്ന യഥാർത്ഥ മനുഷ്യൻ്റെ സന്തോഷത്തിൻ്റെ സന്ദേശം അല്ലാഹു അക്ബർ. ഈ രാജ്യത്ത് നമ്മൾ പതിവ് പോലെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം ഇസ്ലാമിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളും ഒരു മുടക്കവും തടസ്സവുമില്ലാതെ നടന്നു പോവുകയാണ്. പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ട്. പ്രതിലോമ ശക്തികളുടെ പല രീതിയിലുള്ള പൈശാചികമായ ശ്രമങ്ങളുമുണ്ട്. അവിടെയൊക്കെ ഈ ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്ന ഇമാറാത്ത് സന്തുഷ്ട കുടുംബം എന്ന ഉന്നതമായൊരു സന്ദേശത്തിൻ്റെ പ്രഖ്യാപനവും ആഘോഷവും കൊണ്ടാടുന്ന വർഷത്തിലാണ് നമ്മളുള്ളത്. കുടുംബം ഏറ്റവും പരസ്പരമുള്ള ശക്തവും സമാധാനപൂർണവുമായൊരു ബന്ധത്തിൻ്റെ അടിത്തറയാണ്, തുടക്കമാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ എല്ലാവരിലേക്കും എത്തുന്ന ആ സമാധാനത്തിൻ്റെ സന്ദേശം പ്രത്യേകിച്ച് ഈ അവസരത്തിൽ നമ്മൾ ഓർക്കുകയും കൈമാറുകയും ചെയ്യേണ്ടതുണ്ട്. ഈ നാട് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ഈ നാടിൻ്റെ നായകന്മാർ, മുൻകടന്നു പോയിട്ടുള്ള മഹത്തുക്കൾ, ഇപ്പോഴും ഇതിൻ്റെ ഉത്തരവാദിത്തം, അമാനത്ത്, അതിൻ്റെ ഖിയാദത്ത് ഏറ്റെടുത്തിട്ടുള്ള റയീസുദ്ദൗല, അദ്ദേഹത്തോടൊപ്പമുള്ള എല്ലാവരും വളരെ പ്രതിജ്ഞാബദ്ധമായി, വളരെ ശക്തമായി, വളരെ ആത്മാർത്ഥമായി ഈ നാട്ടിൻ്റെ സുരക്ഷിതത്വം, ഇവിടുത്തെ സമാധാനം, ഇവിടുത്തെ പൗരന്മാർക്ക് മാത്രമല്ല, ഇവിടെ വന്നു പോകുന്ന തൊഴിലാളികളും അതിഥികളുമായ എല്ലാവർക്കുമുള്ള സമാധാനത്തിൻ്റെ സുരക്ഷിതത്വ ബോധം എല്ലാവർക്കും വാക്തത്വം ചെയ്യുകയും അതിനുവേണ്ടി എല്ലാ
ആത്മാർത്ഥമായ ശ്രമങ്ങളും നടത്തുകയും അത് ലോകത്തിന് മാതൃകയായി എടുത്തു കാണിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ എവിടെയും എപ്പോഴും കടന്നു വരാം. അവിടെയൊക്കെ സത്യവിശ്വാസിയുടെ ക്ഷമയുടെ, പ്രാർത്ഥനയുടെ, പ്രതീക്ഷയുടെ നിലപാടുമായി ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ നാടിൻ്റെ കൂടെ നാം നിൽക്കുകയും വേണം. വാഴുക വാഴുകയൻ പൊന്നി മാറാത്തുനി, വാനോളമല്ലയോ സൽപ്പേരു തീർത്തുനി എന്ന് നമ്മുടെ മനസ്സിൽ കടപ്പാടോടുകൂടി അതിൻ്റെ മഹിമകൾ, അതിൻ്റെ പുതുമകൾ, അതിൻ്റെ എല്ലാ യോഗ്യതകളും എടുത്തു പറയാൻ സാധിക്കണം. ഭൂതലം തെന്നിലെ ഒരു ചെറു ബിന്ദുനി, ഹൃത്തടമാകെ നിറഞ്ഞു കവിഞ്ഞു നീ. സായിദും റാഷിദും കാട്ടിയ നന്മകൾ ധർമ്മമായി കർമ്മമായി ഏറ്റുപിടിച്ചു നീ. UAE-യോടുള്ള നമ്മുടെ സന്ദേശം, നമ്മുടെ നിലപാട്, നമ്മുടെ കടമയും കൂറും കടപ്പാടും എപ്പോഴും ഉണ്ടായിരിക്കണം. അത് പ്രാർത്ഥനയായി നമ്മളിൽ നിന്ന് ഉയരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ സമാധാനത്തിൻ്റെ ഇടമായി, എല്ലാവർക്കുമുള്ള സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആദരവിൻ്റെയും സുരക്ഷിതത്വ ബോധത്തിൻ്റെയും ഒക്കെ മാതൃകാ കേന്ദ്രമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൽകുന്ന ഉന്നതമായ ഒരു സാമൂഹിക ബോധവും അതിൻ്റെ അടിത്തറയായി നിലകൊള്ളേണ്ടുന്ന സന്ദേശവും നൽകുന്നുണ്ട്. അതായത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഉന്നതമായ വിശ്വസ്തമായ മാതൃകയുള്ള നേതൃത്വത്തിൻ്റെ കൂടെ സഫൻ കഅന്നഹും ബുൻയാനുൻ മർസൂസ്, കെട്ടിപ്പടുത്ത ഉയർത്ത ശക്തമായ ഒരു വൻമതിൽ പോലെ നേതൃത്വത്തിൻ്റെ പിന്നിൽ എല്ലാ പിന്തുണയോടും കൂടി നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളെ മുഴുവൻ വിളിച്ചു പറയുന്ന ആഹ്വാനമാണ്. അള്ളാഹുവിനെയും അവൻ്റെ ദൂതരെയും അനുസരിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കൈകാര്യകർത്താക്കൾ, അവരെയും അനുസരിക്കുക. നിയമത്തിന് വഴിപ്പെട്ട് അച്ചടക്കവും അനുസരണവും കാണിക്കുന്ന ഒരു ജനതയായി നമുക്ക് നാട്ടിലും മറുനാട്ടിലും എവിടെയും നിലകൊള്ളേണ്ടതുണ്ട്. ഇന്ന് ഇവിടെയും നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടുമുള്ള മുസ്ലിം ലോകത്തെവിടെയും ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുടെ ആഘോഷമായി നോമ്പ് പെരുന്നാൾ അഥവാ ഒരു മാസക്കാലം റമളാനിൻ്റെ വ്രതവിശുദ്ധിയും പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും ദാനധർമ്മങ്ങളും ഒരുപാട് നന്മകളുമായി നിറഞ്ഞു നിന്ന ദിവസം, അതിൻ്റെ നിമിഷങ്ങൾ, ആ മാസം മുഴുവൻ അത് സ്വീകരിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ പക്കൽ ഞാൻ എന്നാലാവുന്നതെല്ലാം അനുഷ്ഠിച്ചു, അള്ളാഹുവിൽ അർപ്പിച്ചു. കടപ്പെട്ട എല്ലാവരോടും എൻ്റെ ബാധ്യതകൾ ഞാൻ നിർവഹിച്ചിരിക്കുന്നു. കഴിവിൻ പടി എന്നുള്ള ബോധത്തോടും വിശ്വാസത്തോടും പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയാണ് അങ്ങനെയുള്ള വിശ്വാസികൾക്കാണ് ഈ ദിവസം ആഘോഷിക്കാൻ, സന്തോഷിക്കാൻ അർഹതയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളുടെ അടയാളം പറഞ്ഞപ്പോൾ അവരെ നിനക്ക് കാണാം, ഫീ തവാദ്ദിഹിം വ തറാഹിമിഹിം വ തആതുഫിഹിം, അവർ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ, അവർ പരസ്പരമുള്ള പൊരുത്തത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും പരസ്പരമുള്ള കൊടുക്കലിൻ്റെയും കാവലിൻ്റെയും എല്ലാം നിലപാടിൽ, ആ സ്വഭാവത്തിൽ ഒറ്റത്തടിയായി സത്യവിശ്വാസികളെ മുഴുവൻ നിനക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. എപ്പോഴും ഈ നാടിൻ്റെ എല്ലാ രംഗത്തും എല്ലാ നിലപാടുകളിലും അത് വളരെ സുചിന്തിതമായ, വളരെ പഠനവിധേയമായ, വളരെ മാതൃകാപരമായ രീതിയിലാണ് ഇവിടുത്തെ നേതൃത്വം കാര്യങ്ങൾ സ്വീകരിക്കുന്നതും തീരുമാനിക്കുന്നതും. അതുകൊണ്ടാണ് വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, യാഥാർത്ഥ്യ ബോധവും കാര്യങ്ങളെക്കുറിച്ചുള്ള പക്വമായ പരിജ്ഞാനവുമുള്ള നേതൃത്വമാണ് നമുക്കുള്ളത്. ഈ നാട് അതിൻ്റെ പേരിൽ അഭിമാനിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. അത് ഇവിടുത്തെ പൗരന്മാർ മാത്രമല്ല, നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടുത്തെ നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ള എല്ലാ മഹാന്മാരും മഹത്തുക്കളും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയും സന്തോഷവുമുള്ള, അവൻ്റെ തുണയും കാവലുമുള്ള
എപ്പോഴും നന്മകളിൽ മുന്നേറുവാനും മാതൃക കാണിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ഓരോ ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തിൻ്റെ കൂടെ തന്നെയാണ് എളുപ്പമുണ്ടാവുക, അതുണ്ടാവുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതുപോലെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും, ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായ പല അനുഭവങ്ങളും കടന്നു വരാം. അതിൽ ക്ഷമയോടെ നിലകൊള്ളുന്ന സത്യവിശ്വാസി അതിൽ ഖൈറുണ്ടാകും, ആ പരീക്ഷണത്തിൽ വിജയമുണ്ടാകും, ഖൈറുണ്ടാകും. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയും എപ്പോഴും ദിക്റുകളും ശുക്റും സബറും പ്രാർത്ഥനയുമായി നിലകൊള്ളുകയും വേണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വിശുദ്ധ ഖുർആനിൻ്റെ വളരെ ശക്തമായ ഒരു പ്രഖ്യാപനം, ആഹ്വാനമുള്ളത് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അല്ലാഹു സർവ്വ മനുഷ്യരെയും വിശ്വാസികളെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ സൃഷ്ടാവായ നാഥൻ്റെ ശക്തമായ സുരക്ഷിതമായ വളരെ വ്യക്തമായ സത്യസന്ധമായ ആ സന്ദേശത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുക. ഒരിക്കൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. എവിടെയെല്ലാം ഒന്നിക്കുവാൻ ഒരുമയുടെ വിട്ടുവീഴ്ചയുടെ പരസ്പരമുള്ള ഒന്നായി കാണുന്നതിൻ്റെ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെയും സത്യവിശ്വാസികൾ അതിന് മുൻതൂക്കം നൽകേണ്ടതുണ്ട്. ഒരിക്കലും ഛിദ്രമായ ശക്തികൾ, അതുപോലെ തന്നെ പൈശാചികമായ ചിന്തകൾ അതിനൊന്നും വിധേയരാവരുത്. പേടിപ്പിക്കുന്ന പിന്തിരിപ്പിക്കുന്ന പല രീതിയിലുള്ള ശ്രമങ്ങളും ഉണ്ടാവും. അവിടെയൊന്നും പതറിപ്പോവാതെ ശക്തമായി നേതൃത്വത്തിൻ്റെ കീഴിൽ അച്ചടക്കത്തോട് അനുസരണത്തോടു കൂടി നിലകൊള്ളണം. അത്തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി. ഒരു നല്ല നാട്, ആ നാട്ടിൽ ഉണ്ടാവുന്നതെല്ലാം നന്മയായിരിക്കും. അതുകൊണ്ട് ഈ നാടിൻ്റെ അടിത്തറയും അതിൻ്റെ സാംസ്കാരികമായ പൈതൃകവും അതിൻ്റെ സന്ദേശവും എല്ലാം നാം ഉൾക്കൊള്ളുകയും നമ്മൾ സ്വായത്തമാക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ലോകത്തിന് മാതൃക കാണിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിൻ്റെ ദിവസം ആഘോഷവും സന്തോഷവും അനുവദിച്ചിട്ടുള്ളതാണ്. ഇസ്ലാം ഒരിക്കലും സന്തോഷം വിലക്കിയിട്ടില്ല. എന്നാൽ അത് അടിസ്ഥാനപരമായി ഒരു വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രതീക്ഷയോടുകൂടിയായിരിക്കണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെരുന്നാളിൻ്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കുട്ടികൾ പാട്ടുപാടിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്താണോ നിങ്ങൾ പാട്ടുപാടുന്നത് എന്ന് ചോദിക്കേണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിനെ വിലക്കി. ഇന്ന ലികുല്ലി ഖൗമിൻ ഈദാ വഹാദാ ഈദുനാ യാ അബൂബക്കർ ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കുമുണ്ട് ആഘോഷം അബൂബക്കറെ, ഇന്ന് നമ്മുടെ ആഘോഷത്തിൻ്റെ ദിവസമാണ്. സന്തോഷ പ്രകടനങ്ങളാവാം, പാട്ടും വിനോദങ്ങളും സൽക്കാരങ്ങളും ഒക്കെയാവാം. ഒന്നും അതിരുവിട്ടു പോവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اجعل عيدنا عيد نصر وقوة وطمأنينة ووحدة، وعيده علينا بالخير والاستقرار والرقي والازدهار، واحفظ دولة الإمارات، واحفظ قيادتنا وأهلنا والمقيمين على أرضها، واحفظ برها وبحرها وأرضها وسماءها، واحفظ اللهم جنود وطننا البواسل، وقوي عزيمتهم وسدد رميهم، وانصرهم على عدوك وعدوهم، وأجزل أجرهم وثوابهم. اللهم احفظ الشيخ محمد بن زايد رئيس الدولة بحفظك، واشمله برعايتك، وأيده بنصرك، ووفقه ونوابه إخوان حكام الإمارات وولي عهده الأمين لما تحبه وترضى. اللهم ارحم شيخ زايد والشيخ راشد والقادة المؤسسين الذين انتقلوا إلى رحمتك، وأسكنهم برحمتك فسيح جناتك يا رب العالمين. وادخل اللهم في عفوك وغفرانك شهداء الإمارات، وارفع لهم الدرجات، وبارك اللهم في كل عين سهرت وفي كل يد عملت. اللهم آمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله أكبر، الله أكبر، الله أكبر، لا إله إلا الله، الله أكبر، الله أكبر، ولله الحمد، وكل عام وأنتم بخير. السلام عليكم ورحمة الله وبركاته.